നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. അതിശയടക്കം 21 AAP MLA-മാരെ 3 ദിവസത്തേക്ക് പുറത്താക്കി. നിയമസഭയിൽ രണ്ടാം ദിവസവും നാടകീയ രംഗങ്ങൾ. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടെ ബഹളം വെച്ചതിന് പ്രതിപക്ഷ നേതാവ് അതിഷി ഉൾപ്പെടെയുള്ള AAP MLA-മാരെ സഭയിൽ നിന്നും പുറത്താക്കി. മദ്യനയ അഴിമതി കാരണം 2000 കോടി നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടുന്ന CAG റിപ്പോർട്ടാണ് നിയമസഭയിൽ വെച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് BR അംബേദ്കറിന്റെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ BJP മാറ്റിയെന്നാരോപിച്ചാണ് AAP സഭയിൽ പ്രതിഷേധിച്ചത്. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടയിലും അതിഷി, ഗോപാൽ റായ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബഹളം വെച്ചു. ഇതേ തുടർന്ന് മാർഷൽമാരെ വിളിച്ച് ഇവരെ സഭയിൽ നിന്ന് സ്പീക്കർ ബിജേന്ദ്ര ഗുപ്ത പുറത്താക്കുകയായിരുന്നു. MLA-മാർ നിയമസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെ 21 MLA-മാരെ 3 ദിവസത്തേക്ക് പുറത്താക്കി ഉത്തരവിറങ്ങി. AAP MLA-മാരെ പുറത്താക്കിയത് അംബേദ്കറുടെ പേര് പോലും സഭയിൽ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അതിഷി ആരോപിച്ചു. BJPക്ക് അംബേദ്കറിനോട് വിരോധമുണ്ട്. ഇതുകൊണ്ടാണ് അംബേദ്കറുടെ പേര് പറയുന്നവരെയും ചിത്രം കാണിക്കുന്നവരെയും സഭയിൽ നിന്ന് 3 ദിവസത്തേക്ക് പുറത്താക്കിയതെന്നും അവർ പറഞ്ഞു. ഇതിനിടെ മദ്യനയം ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന്റെ കാലത്ത് മറച്ചുവെച്ച 14 CAG റിപ്പോർട്ടുകൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചു. 2000 കോടി രൂപയുടെ നഷ്ടം മദ്യനയം വഴി ഖജനാവിന് ഉണ്ടായി എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ പഴയ മദ്യനയം സുതാര്യമല്ലാത്തത് കൊണ്ടാണ് പുതിയ മദ്യനയം കൊണ്ടുവന്നതെന്ന് CAG റിപ്പോർട്ട് സമ്മതിക്കുന്നുവെന്ന് അതിഷി തിരിച്ചടിച്ചു. അതേസമയം അംബേദ്കറുടെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ മുറിയിലുണ്ടെന്നും അഴിമതിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് AAP-യുടെ നാടകമെന്നും BJP ആരോപിച്ചു.